ഒരു ചായ. അവന് കൊതുകതാ. തളച്ച ചായ കുടല് കരിഞ്ഞു പോവും. ചൂടാറിയിട്ട് കുടിച്ചാ പോരെ. നിങ്ങളിത് ചൂടാറിയോ? തളർച്ച ചായ കുടിച്ചാ അവസ്ഥാവും. എവിടുന്നാ വരുന്നത്? ഞാനൊന്ന് കൊടുവള്ളി വരെ പോയിരുന്നു. എന്താ വിശേഷിച്ച്? കാര്യമായിട്ടൊന്നുമില്ല. എന്നാ കാര്യമായിട്ടൊരു വിശേഷമുണ്ട്. ഇനി ഇന്നലെ ദൂരദർശനത്തെ വാർത്ത കണ്ടോ? ഇല്ല. ഓ ഭാഗ്യം. ഭാഗ്യം അല്ലല്ല, നിർഭാഗ്യം. അന്റെ നിർഭാഗ്യം. അല്ലാതെ എന്ത് പറയാനാ? ഇന്നലെ ദൂരദർശനിൽ വാർത്ത വായിച്ചതേ ഞാനാ. നേരോ? നേരെന്നെ. മനുഷ്യൻ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോഴാ ഈ ചായ മുന്തുന്നേ. ഈ പറയുന്ന കേക്ക്. അല്ല, നിങ്ങൾ അതിനടുത്ത ഡ്രൈവർ അല്ലേ? പിന്നെ എങ്ങനെ ഡ്രൈവർ വാർത്ത വായിക്കാം? അതല്ലേ രസം. ദൂരദർശനിൽ വാർത്ത വായിക്കുന്ന രണ്ടാൾ ഇന്നലെ വന്നില്ല. സമയമായപ്പോ ഡയറക്റ്റ് മേലോട്ട് നോക്കുക. അപ്പോഴാണ് ചായ ഇട്ട് ഞാനങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഈ പറയുന്നത് കേക്ക്. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുകയും മൂപ്പര് ഒരു പേപ്പർ എന്റെ കയ്യിൽ വായിക്കാൻ തോന്നി. മഹർ ചൊപ്പിച്ച് ഞാനത് മണി പോലെ അങ്ങ് വായിച്ച്. പിന്നെ എന്നെ മേക്കപ്പ് ചെയ്യിച്ച് ഒരു കോട്ട് അണിയിച്ച് അന്ന് ക്യാമറയുടെ മുന്നിൽ അവരിരുത്തി ഒരു കമ്പ്യൂട്ടറിൽ നോക്കി വായിച്ചോളാൻ പറഞ്ഞു. 7 മണിക്കുള്ള വാർത്ത ആ മണിക്കൂർ ഞാൻ ഒറ്റക്ക് വായിച്ചു. വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോ ഡയറക്ടർ എന്നെ വിളിച്ച് പറയാ, ഇനി വെറും ഡ്രൈവറായി നടക്കേണ്ടിയവനല്ല. ഏത് നേരത്താണാവോ ഇവിടെ ചായ കുടിക്കാൻ കയറി? ഇനി വേറൊരു കഥ. എനിക്ക് കഥങ്ങി എന്റെ അണ്ണാക്കിൽ കാട് കുത്തിക്കോ.